ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ്, അതായത് കുക്കിംഗ്, കുട്ടികളെ അയക്കൽ, പിന്നെ നമ്മുടെ ബിസിനസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ദേ രാവിലെ എണീറ്റ ഉടനെ അരി ഇട്ടു. അതിന് ശേഷം പിന്നെ മെയിൻ പണി എന്ന് പറഞ്ഞത് ഹീറ്ററിൻ്റെ സ്വിച്ച് ഓണാക്കി വെക്കലാണ്. ഓരോരുത്തരായിട്ട് കുളിക്കുമെങ്കിൽ വെള്ളം കിട്ടുള്ളൂ കേട്ടോ. അവിടെ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. അവിടെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അവിടെ ഇതുപോലെ തണുപ്പുണ്ടോ? പാലക്കാടാണ്. അപ്പോൾ അവരാരും പച്ചവെള്ളത്തിൽ കുളിക്കില്ല. അപ്പോൾ പിന്നെ ഹീറ്ററിട്ട് വയ്ക്കുന്നതാണ്. പിന്നെ കിച്ചൻ്റെ ആ ഒരു അവസ്ഥയാണ് കാണിച്ചത്. പിന്നെ ഇത് രാവിലെ രാത്രി നമ്മൾ തലേ ദിവസം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പുതിയതായിട്ട് ഈ ഒരു സംരംഭം തുടങ്ങുകയാണ്, നമ്മൾ ഡ്രസ്സിൻ്റെയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിൽ പക്ഷേ ഇട്ട നമ്പർ മാറിപ്പോയിട്ടോ. പിന്നെ രാത്രിയാണ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചത്. അതിനുശേഷം കുറച്ച് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണ്. ഇതെല്ലാം തലേ ദിവസം നമുക്ക് വന്ന ഓർഡർ സെറ്റാക്കി വെച്ചതാണ്. അൽഹംദുലില്ലാ, ഓർഡർ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തതിന് കേട്ടോ. പിന്നെ ഇനിയും നല്ല നല്ല പുതിയ പുതിയ കളക്ഷൻസൊക്കെ എത്തിക്കണം എന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ നമുക്കിഷ്ടപ്പെട്ട പോലെയുള്ള മോഡലൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെയുള്ള സംഭവം, അതായത് നമ്മുടെ ഓൺ യൂണിറ്റൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പഠിച്ചവൻ അതിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് ഭാവിയിൽ അങ്ങനെയും ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ കുട്ടികളെ ഓരോരുത്തരായിട്ട് വിളിച്ചു വിട്ടു. ഇന്ന് ഫസ്റ്റ് എണീറ്റത് നമ്മുടെ ഹേസു ആണ്. പിന്നെ ഹയാൻ നേരത്തെ എണീറ്റു കേട്ടോ. ഭാഗ്യത്തിന് ഇപ്പോൾ രാവിലെ ഞാൻ അവനോട് പറഞ്ഞു എനിക്കൊരു ഉപകാരവും ചെയ്യണ്ട, പക്ഷെ എന്നെ മനസ്സ് വിഷമിപ്പിക്കാതിരുന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം അവൻ രാവിലെയെങ്കിലും നേരത്തെ എണീക്കുന്നുണ്ട്. പിന്നെ ചുച്ചുക്കുട്ടീനെ എണീപ്പിച്ചു. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഇച്ചുലു ആണ്. ഇച്ചുലു അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ മടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കാല് അത്യാവശ്യം നല്ല വേദനയുണ്ട്. നമ്മൾ പിന്നെ മേലെ കയറി ഇറങ്ങലൊക്കെ ഇപ്പോൾ കൂടുതലല്ലേ. വെറുതെ എടുത്ത് വെച്ച് കാല് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പെയിൻ ഉണ്ട്. എൻ്റെ കാലിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല കേട്ടോ, മൊത്തത്തിൽ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പെയിൻ ഓയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തേച്ച് ഒന്ന് അടുത്ത പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഇനിയിപ്പോൾ കുട്ടികളുടെ യൂണിഫോം എല്ലാം എടുത്ത് വെക്കണം. ഇന്ന് ഇച്ചു ബേബിനെ മാത്രമേ ഞാൻ കുളിപ്പിച്ചുള്ളൂ. ബാക്കി രണ്ടുപേരോടും ഒറ്റയ്ക്ക് കുളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹേസു ഇതേ കുളിച്ച് വന്നു. അവനൊന്ന് റെഡിയാക്കി വിടാണ് കേട്ടോ. പിന്നെ ഇവൻ ഈ പാൻറ്റ് ഇഷ്ടമല്ല, കുറച്ച് കയറി കഴിഞ്ഞാൽ പറയും ഇതെൻ്റെ സൈസല്ല, എനിക്ക് വേറെ വലുത് വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൻ്റെ സൈസാണ്, ഇത്തിരി ചെറുതായി പോയി. അപ്പോൾ അതിൻ്റെ ഒരു വിമ്മിഷ്ടമാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വേറെ അവൻ തന്നെ സ്വയം തപ്പിപ്പിടിക്കും എനിക്ക് വേറെ പാൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മുടെ ഇച്ച് ബേബി എണീറ്റിട്ടുണ്ട്. പിന്നെ ഇന്ന് മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടുന്നത് ചേനയാണ് കേട്ടോ. ചേന ഇവർ ഉരുളക്കിഴങ്ങാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചോളും. പിന്നെ നല്ല ഇതുപോലെ മുരുമുരാന്നാക്കി ആക്കിയാൽ അവർക്ക് ഇഷ്ടം. ഹേസു അടുത്ത പാൻറ്റും എടുത്തിട്ട് വന്നിട്ടുണ്ട്, ഇത് ഇടട്ടെ എന്നും ചോദിച്ചിട്ട്. പിന്നെ ഞാൻ അവനെങ്ങനെ സോപ്പിട്ട് നിർത്തിയില്ലടാ, ഇത് നിൻ്റെ അല്ല, അത് ചുച്ചുവിൻ്റെ ആണ്. പിന്നെ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് ഭയങ്കര ലൂസാണ്, എലാസ്റ്റിക്കൊക്കെ പോയ സാധനമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ മിക്കവാറും സമയം നമ്മൾ ഇട്ടിട്ട് പോണത്. പക്ഷെ എൻ്റെ മക്കൾ പാവം അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ അതേ ഇന്നും റോസ്റ്റ് തന്നെയാണ്. ആരൊക്കെയോ ചോദിച്ചു വേറെ ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂലേ എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത് നമ്മുടെ മക്കൾ കഴിക്കുന്ന സാധനം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അവർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ പട്ടിണിക്ക് പോകണ്ട, പിന്നെ കരച്ചിലും പിടിച്ചിലാവും എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ദോശ തന്നെയായിരിക്കും. പിന്നെ മാവുള്ളത് കൊണ്ട് നമുക്കൊന്നുമില്ലെങ്കിലും പെട്ടെന്നാവുന്നൊരു പണിയും കൂടിയാണല്ലോ. പിന്നെ ഇതേ അവർക്ക് റെഡിയാക്കി കൊടുക്കാൻ അവരുടെ ടേബിളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ദോശയും തേങ്ങാ ചമ്മന്തിയും പിന്നെ ഉള്ളി ചമ്മന്തിയാണ് ഇന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ട് മടുത്തിട്ടുണ്ടാവില്ലേ. കുറേ ദിവസം മുമ്പൊക്കെ നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോസ് ആക്കുന്ന സമയത്ത് എല്ലാവരെയും കംപ്ലൈൻ്റ് ആയിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ച് കണ്ടു മടുത്തിട്ടുണ്ടാവില്ലേ. പിന്നെ അത് ഇച്ചു ബേബീൻ്റെ ഫ്രണ്ടിൽ മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചു ബേബിക്ക് ഫ്രണ്ടിൽ തന്നെ ഈ ചുഴിയില്ലേ, തലയിൽ ചുഴി ഉണ്ടാവില്ലേ, അതുപോലെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മുടി എപ്പോഴും ഒരു സൈഡ് ഇങ്ങനെ മാറിയായിരിക്കും നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഹേസൂന് അതുപോലെ 2 ചുഴിയാണ്, ഹയാന് 2 ചുഴിയാണ്. പിന്നെ അവർക്കൊക്കെ തലിൻ്റെ സെൻറ്ററിലായതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. അങ്ങനെ അതേ 3 പേരും റെഡിയായി കഴിയും. 3 പേരും യൂണിഫോം ഇട്ട് കണ്ടാൽ മനസ്സിന് വലിയൊരു തൃപ്തിയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റ് ആവും എന്നുള്ള ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേ നമ്മുടെ ഒരു ഐബ്രോ പെൻസിലാണിത്, ബ്രൗൺ കളറാണ്. നമ്മുടെ ഇവിടെ
ഇവിടെ അപൂർവമായിട്ട് കിട്ടുള്ളൂ. 800-900 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ചൈനയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യും. നമുക്കിപ്പോൾ പുരുകമൊന്നും ത്രെഡ് ചെയ്യാതെ തന്നെ ആ ഒരു ഷേപ്പ് തോന്നിക്കാൻ ഈ ഒരു സാധനം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നമ്മളൊന്ന് അതിൻ്റെ ബാക്കിലൊരു ബ്രഷും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ബ്രഷ് ചെയ്താൽ മതി. നല്ല അടിപൊളി ഷേപ്പായിട്ട് തോന്നും കേട്ടോ. ഞാൻ ഈ സാധനം നമ്മൾ സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പീസസ് കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാത്തത്. ഇനി കുറേ പീസസ് കൊണ്ടുവന്നിട്ട് ഞാൻ വീഡിയോ ഇടാം. അത്യാവശ്യം റേറ്റ് ആവും, കാരണം നമ്മൾ ഫ്ലൈറ്റിലായിരിക്കും സാധനം ഇങ്ങോട്ട് എത്തിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോ, ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം തരാനുള്ളതൊന്നുമില്ല കേട്ടോ, കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. പിന്നെ ദേ ഇവരുടെ അടിയും വഴക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇച്ചു ബേബി തൊടാൻ വിടൂല. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഹേസു അല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവൾ സമ്മതിച്ച്. അങ്ങനെ ദേ ഹയാൻകുട്ടൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവൻ ദേ ഫുഡ് കഴിക്കാനും വേണ്ടി പോകുന്നുണ്ട്. അവൻ മിക്കവാറും ആ സോഫാണ് അവൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ്. പിന്നെ ചുച്ചുക്കുട്ടീൻ്റെ തല ചീകിയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞ ആദ്യം നാഷ്ട കഴിച്ചിട്ട് അങ്ങനെ എന്തോ പറയും, ഓർമ്മയില്ല കഴിച്ച്. അപ്പം അതിൻ്റെ ഒരു മുഖം വീർപ്പിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയേണ്ടി വരുമോന്ന്? പറഞ്ഞാലേ അവർക്ക് ഓർമ്മ ഉണ്ടാവുക. നിനക്ക് വേണമെങ്കിൽ പറഞ്ഞോ. ഓക്കേ, അയച്ച നടക്ക്. പിന്നെ ഹെയ്സു ഇടയിൽ കൂടെ അമ്മ ഞാൻ പാത്രം കഴുകുന്നതും കൂടെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാണ്. ഞാനിവരോട് ഇങ്ങനെ പറയും, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാവരും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യും കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, ശരി ഞാൻ പാത്രം കഴുകുമല്ലോ എപ്പോഴും കഴിച്ച പാത്രം, അപ്പോൾ അതും കൂടെ കാണിക്കുമോ, അപ്പോൾ ചുച്ചിനെ പോലെ എല്ലാവരും എന്നെയും നല്ലത് പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ പാത്രം കഴുകുന്നത് കാണിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഹെയ്സു കുട്ടനെ ഇഷ്ടമാണ്, ഹെയ്സു കുട്ടന് ലേക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ അവന് ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് അടുത്തത് ഇതേ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി നഖം വെട്ടാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് ഇതിനെ പരിഗണിച്ചുകൊണ്ട് ഞാൻ രാത്രി വെട്ടിയില്ല. ഇതേ രാവിലെ ഇച്ചു ബേബീൻ്റെ നഖം അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറങ്ങാതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിന് കൈ പിടിക്കും, ഡീ കുട്ടർ കൈ പിടിക്കും. സലാം. അങ്ങനെ രാവിലത്തെ ഒരു അംഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന പരിപാടിയല്ല. നമുക്കിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു സമയം കുട്ടികൾ പോയി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഒരു 9:30-10 മണിക്കൊക്കെ വീഡിയോ എഡിറ്റിങ് 10 മണി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 12:30-ക്കൊക്കെ ഞാൻ വീഡിയോ ഇടുന്നില്ലേ, ആ സമയത്ത് വീഡിയോ വരണമെങ്കിൽ ഞാൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് തലേ ദിവസത്തെ, അതായത് സൺഡേ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി വെക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ സൺഡേത്തെ കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പാലക്കാടൻ റാവുത്തർ ബിരിയാണി എന്ന് പറയും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി, കാരണം ഞങ്ങൾ റാവുത്തർ ആണ്. ഓക്കെ, ഇതിൻ്റെ ഫുൾ റെസിപ്പി ഏതായാലും ഞാൻ കാണിക്കുന്നില്ല. അത് സെപ്പറേറ്റ് നമ്മൾ മുമ്പ് എപ്പോഴോ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്, ഒന്നും പറയാനില്ല. ഇത് കഴിച്ച് ശീലിച്ചവർക്ക് നെയ്ച്ചോറിൽ മസാല മിക്സ് ചെയ്യുന്ന ബിരിയാണി ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ പറയാം കേട്ടോ. ഈ നെയ്ച്ചോറ് വെള്ളച്ചോറ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇറച്ചി മസാല മിക്സ് ചെയ്യൂലേ, ആ ഒരു സാധനം. ഇത് സംഭവം സൂപ്പറാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ ഇങ്ങനെ കിച്ചണിൽ എന്തെങ്കിലും പണികൾ ചെയ്യുക, പിന്നെ ഓടി വന്ന് വീഡിയോ അപ്ലോഡിങ്ങിൻ്റെ പണികൾ ചെയ്യുക എങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു 12:30, 1, 1:30 ആകുമ്പോഴേക്കൊക്കെ വീഡിയോ വരുന്നത്. ഫുൾ ടൈം നമുക്ക് ഏതിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനും പറ്റില്ല, കാരണം കിച്ചണിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പം അമ്മക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്താൽ മതി, ബാക്കിയുള്ള പണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ ചെയ്യും. പക്ഷേ അമ്മനെ കൊണ്ടിപ്പോൾ പണിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല, കാരണം അമ്മ അധികം വരലില്ല. പക്ഷേ ഇന്നത്തെ ദിവസം സൺഡേ വൈകുന്നേരം അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കയ്യിൽ എഡിറ്റിംഗ് ചെയ്യുന്ന അവിടുന്ന് ഓടി വന്നത്.
അപ്പോൾ അതേ ബിരിയാണീൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇതുപോലെ നമ്മൾ മസാല ഉണ്ടാക്കി, അതായത് കുറേ സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തൈര് എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ട് ഇറച്ചിയും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളം തന്നെയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് അരിയും കൂടെ ചേർന്നിട്ട് വേവുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അരിയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ദമ്മിലിടും. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഇന്ന് മട്ടൻ ബിരിയാണിയാണ് വെക്കുന്നത്. മട്ടനൊക്കെ അപൂർവമായിട്ട് മാത്രം വാങ്ങലുള്ളൂ കേട്ടോ, അങ്ങനെ എപ്പോഴൊന്നും വാങ്ങൂല. പിന്നെ ഈ വീട്ടിൽ വന്നതിന് ശേഷം നോൺ വെജ് നല്ലോണം കുറവാണ്. ഇത് വന്നിട്ട് ആടിൻ്റെ ഒരു 4-5 പീസ് മട്ടൻ്റെ പീസും, പിന്നെ ബാക്കി നിങ്ങൾക്ക് മട്ടൻ കഴിക്കണം പക്ഷേ അധികം പൈസ കൊടുക്കാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പതിര് എന്നൊക്കെ പറയൂലേ, ആ സാധനമൊക്കെ 150 രൂപയ്ക്കൊക്കെ കിട്ടും. അങ്ങനെ വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങിയ സംഭവം കൂടെ ഗ്രേവി ആയിട്ട് വെക്കുകയാണ്. ചുക്ക എന്ന് പറയട്ടോ, അതങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ അരിയിട്ട് ഇറച്ചി ഒന്ന് കുക്കറിലിടാണ് കേട്ടോ. ഇനിയിപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് എനിക്ക് ഓടിപ്പോയിട്ട് ബാക്കി അപ്ലോഡിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ നോക്കണം. ആ സമയത്ത് എന്നാലേ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ അധികം പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുക, അതേപോലെ അങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുക എന്നുള്ളതുകൊണ്ട് വലിയൊരു ബേജാറ് പിടിച്ചൊരു ഇതൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. നമുക്ക് പ്രൊമോഷനൊക്കെ ഉണ്ടാകുമ്പോൾ പൈസ കിട്ടും, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡുകാരൻ്റെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴേക്കും ഏകദേശം എൻ്റെ പകുതി ആയുസ് ടെൻഷൻ അടിച്ചെന്നെ പോവും. നേരത്തെ ഞാൻ അരി ഇട്ടു എന്ന് പറഞ്ഞോ? ഇല്ല അല്ലേ, ഇനിയിപ്പോൾ ക്ലിപ്സ് മാറിയതാണോ? അരി വന്നിട്ട് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരൂലേ, ആ സമയത്ത് നമ്മൾ ആ അരി വെള്ളമൊക്കെ മാറുന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ബിരിയാണി വെക്കണതിൽ മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര അരി ഇടുന്നു, എത്ര വെള്ളം ഒഴിക്കണു എന്നുള്ളതാണ്. അങ്ങനെ മൂടി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നേരെ കിച്ചണിലേക്ക് പോകണം. കിച്ചണല്ല, ബെഡ്റൂമിലേക്ക്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തിലാണ് ഞാൻ ഈ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട ഉടനെ വരുന്ന ഒരു 1 hour ഞാനിങ്ങനെ കുത്തിയിരിക്കും കേട്ടോ കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടത്തോടെ നമുക്ക് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു വാല്യൂ ആണ് റിപ്ലൈ ചെയ്യുക എന്നുള്ളത്. പക്ഷെ എല്ലാറ്റിനും എന്നെക്കൊണ്ട് പറ്റൂല, കാരണം അറിയാലോ ഫ്രീ ടൈം ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് നേരം കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുത്ത് പിന്നെ അതേ ചുച്ചുക്കുട്ടിയും ഇച്ചിലും കുളിച്ച് അവരുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് അത്യാവശ്യം നല്ലോണം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ദമ്മിലിടണം. മല്ലിയില ഇട്ടതിന് ശേഷം ഇതുപോലെ ദമ്മിലിട്ട് വയ്ക്കുക. അമ്മക്ക് എങ്ങനെ ഇടാന്ന് വെച്ചാൽ അടിയിൽ നമ്മുടെ ദോശക്കല്ല് കുറച്ച് കുഴിഞ്ഞത് ഉണ്ടാവില്ലേ, അതിട്ടിട്ട് സിമ്മിലാക്കി വെക്കും. അങ്ങനെയാണ് സ്റ്റൗവിൽ നമ്മൾ ദമ്മിലിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പാലക്കാടൻ റാവുത്തർ ബിരിയാണി സെറ്റായിട്ടുണ്ട്. പാലക്കാടൻ എന്നല്ല, ഇത് കോയമ്പത്തൂർ സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു ബിരിയാണി. അതായത് റാവുത്തർമാർ വെക്കുന്ന ബിരിയാണി ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയമായിരുന്നു, അതായത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയമായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ലോണം വിശന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റനക്കുട്ടി നീ ഷൂട്ട് ചെയ്യ്, ഹയാന്തും ചുച്ചുന്തും എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ കഴിച്ചോട്ടെ. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരുന്ന പാവം കുട്ടികൾക്ക് അത്രയും നേരം വിശക്കുമല്ലോ, പിടിച്ചിരുത്തണ്ട, അവർ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ്. ഞാൻ വിചാരിച്ചത് ഒപ്പം ഇരുന്ന് കഴിക്കണം എന്നൊക്കെയായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ശരി, ഏതായാലും കുഴപ്പമില്ല. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, December 20th നമ്മുടെ ഹെയ്സുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഹെയ്സുവിനോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ടൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരെയും പോലെ കേക്ക് മുറിക്കണം, പിന്നെ ഡ്രസ്സ് എടുത്ത് തരണം എന്നൊക്കെ പറയും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ അതേ ഹയാന് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സമയത്തൊന്നുമില്ല, റനക്കുട്ടിയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ റൂമിൽ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഓടി വന്ന് ഈ നമ്മുടെ മട്ടൻ്റെ ചുക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ സംഭവം ഈ ഒരു പരുവാണ് ആയിട്ടുണ്ടാവുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ അത്താക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ആക്കി കഴിക്കുന്നത്, നല്ലോണം വറ്റിച്ച് നല്ലൊരു ബ്ലാക്ക് കളറാക്കിയിട്ട്. കുട്ടികൾക്കതൊരു വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ചോറിൻ്റെ കൂടെ കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ സ്നാക്സ് ആയിട്ട് അവരിതേ അതാണ് കേട്ടോ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഷൂട്ടുണ്ട് ഇവരെ കൊണ്ട്. കഴിച്ചോ, ഡ്രസ്സിലാക്കണ്ട, ഷൂട്ട് ചെയ്യാണല്ലോ. subscribe, share, comment, support ചെയ്യണേ.
ശരി കഴിച്ചിട്ട് വന്ന് കൈ കഴുകണം കേട്ടോ. ഈ ഡ്രസ്സുകളൊക്കെ ബെഡിലിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതവിടെ കൊണ്ടുവയ്ക്കുക എന്ന് ആലോചിച്ചിട്ട് എടുത്തും കിട്ടുന്നില്ല. അപ്പോൾ നാളെ സ്റ്റാഫ് വന്നാലാണ് ഓർഡർ എടുക്കുന്നത്. ഞാൻ വിചാരിക്കണം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഇവിടെ നിന്ന് മേലേക്ക് മാറ്റണം. തൽക്കാലം അത് കാരണം നമ്മുടെ പണിക്കാർ വന്നാൽ ഇവിടെ ഫുള്ളും പണിയായിരിക്കുമല്ലോ. ഞാൻ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. ഇത് കണ്ട നല്ലൊരു സെറ്റാണ് കേട്ടോ. കുറച്ച് താഴ്ത്ത ഒരുമാതിരി ഉണ്ട്. ഇത് നല്ല സാധനമാണ്. ഇതിട്ട് നല്ല സുഖം ഉണ്ടാവും. ഇന്നലെ തിരക്ക് പിടിച്ചിട്ടായിരുന്നു നമ്മൾ ഈ സ്റ്റോക്കൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അതുകൊണ്ട് തന്നെ ശരിക്കും പ്രോപ്പറായിട്ട് ഞാൻ ഡ്രസ്സ് തുറന്ന് കാണിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലത് മാത്രമേ തുറന്ന് കാണിച്ചിട്ടുള്ളൂ. പിന്നെ കാണിക്കാത്ത കുറേ പീസസൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്പർ മാറിപ്പോയതുകൊണ്ട് ഇനീഷ്യലി ഓർഡേഴ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വേറെ നമ്പറിൽ കുറേ പേര് എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ കൂടെ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കേട്ടോ. ഈ ഒരു സാധനം ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് തീരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ഒരു പീസാണ്. എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഷെൽഫിൽ അങ്ങനെ എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വൈകുന്നേരം ഇവരെന്തോ അടി കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരൊന്ന് റെഡിയാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഷൂട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുച്ചുക്കുട്ടീൻ്റെ തലയൊക്കെ ചീവി കൊടുത്തു. പിന്നെ ചുലു ബേബീൻ്റെയും തല ചീവി കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയിട്ടൊന്ന് കളി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുട്ടികളുടെ ഒരു പ്ലേ ടൈമാണ്. പിന്നെ പുറത്ത് വിടാൻ നല്ല പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പണി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ കാല് തട്ടുമോ എന്നൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് വന്നിട്ട് രാത്രിയാണ്. കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് വരച്ചിട്ടും അവർക്കൊരു പെന്നും പെൻസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളർ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇനി അടുത്ത് കാണുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തതേ അല്ല. ചുച്ചുക്കുട്ടിക്ക് ഇപ്പോൾ ക്യാമറയോ ഫോണോ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി സ്ഥിരമായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അവൾക്ക് ഇപ്പോൾ പുതിയ നമ്മുടെ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ ആൾ പഠിച്ചതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എപ്പോഴും കുട്ടികൾ മാംജമാത്ത് പോലെ അല്ല അവരും വരും. അതും കൂടെ അവളൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ.